ഇപ്പോൾ സമയം 6:45. അതിരാവിലെയുള്ള മണാലിയുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊരു തണുപ്പ്! 2 ഡിഗ്രി മാത്രമാണ് ഇപ്പോൾ ഇവിടുത്തെ താപനില. അതുകൊണ്ട് തന്നെ തണുത്ത് വിറക്കുകയാണ്. അതിരാവിലെ തന്നെ ആപ്പിൾ കിട്ടുമോ എന്നറിയാൻ ആപ്പിൾ തോട്ടത്തിൽ സീസൺ അവസാനിച്ചു. ഇന്നലെ ആപ്പിൾ കിട്ടുമോ നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഫുൾ ആപ്പിൾ തോട്ടം, പക്ഷെ എല്ലാ ആപ്പിളും പറിച്ചിരിക്കുന്നു. ഷിറ്റ്, 2 ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ. അയ്യോ. അങ്ങനെ തോട്ടത്തിൻ്റെ മുകളിലേക്ക് കയറുവാനായി ഞാൻ തീരുമാനിച്ചു. അങ്ങനെ പരതി കുറേ നടന്നു. 1-2 കിട്ടി, പക്ഷേ ബാക്കിയെല്ലാം പോയിരിക്കുന്നു. എല്ലാം പറിച്ചു, നല്ലതെല്ലാം. ബാക്കി മൊത്തം ഇവിടെ വീണ് കിടക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ നാട്ടിൽ മാങ്ങ വീണ് കിടക്കുന്നത് പോലെയാണ് ഇവിടെ ആപ്പിൾ വീണ് കിടക്കുന്നത്. ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്, ഇങ്ങനെ ആപ്പിൾ മരത്തുമേൽ. പക്ഷേ എന്താ പറയുക, സീസൺ അവസാനിച്ചുകൊണ്ട് ഇനിയിപ്പോൾ ആരും മേടിക്കാത്ത സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ചിലത് മാത്രമേ നല്ലതുള്ളൂ ഇവിടെ. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. എത്ര കിലോ ആപ്പിളാണെന്നറിയോ എൻ്റെ മുന്നിൽ വീണെടുക്കുന്നത് ഞാൻ കണ്ടത്. അതെന്നെ വളരെ ദുഃഖത്തിലാഴ്ത്തിക്കളഞ്ഞു. കാരണം 200-250 രൂപയുമൊക്കെയാണ് കണ്ണൂർ റേറ്റ്. ഇപ്പോഴാണ് ഇങ്ങനെ നിലത്ത് വീണ് കിടക്കുന്നത്. വെരി സാഡ്. അങ്ങനെ ഞാൻ കുറച്ചും കൂടി ഉള്ളിലേക്ക് കയറി, ഏതെങ്കിലും നല്ലത് കിട്ടുമോ എന്നറിയാൻ വേണ്ടി. ഈ ആപ്പിൾ തോട്ടം എന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ മുതലാളിയുടേത് തന്നെയാണ്. ഈ ഹോട്ടലിൻ്റെ തൊട്ട് പുറകിലായിട്ട് ആ മലഞ്ചെരുവിൽ മൊത്തം ആപ്പിൾ തോട്ടമാണ്. അപ്പോൾ ആ മല കയറുന്നിടത്തോളം ഉണ്ട്. അപ്പോൾ നല്ലൊരു സെറ്റപ്പ് സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഉള്ളിൽ കയറിയുമ്പോഴാണ് നല്ല കുറച്ച് ആപ്പിളും എൻ്റെ കണ്ണിൽ പെട്ടു. അപ്പോൾ അത് ഞാൻ പറിച്ചു, താഴെക്കൊണ്ട് പോയി കഴുകി തിന്നു. അത്രയൊക്കെ ഉള്ളൂ. 2-3 നല്ലത് കിട്ടിയുള്ളൂ. ബാക്കി മൊത്തം എന്താണ് മറ്റേ വവ്വാല് കടിച്ച പോലത്തെ എന്തൊക്കെയോ പ്രാണികളും ഇതൊക്കെ കടിച്ച് ഇതാക്കിയതും പിന്നെ ഫുള്ള് താഴെ വീണ് കിടക്കുന്നതായിരുന്നു. അങ്ങനെ ആപ്പിൾ തോട്ടത്തിലെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോയ സ്ഥലം ഹഡിംബ ടെമ്പിളാണ്. ഹഡിംബ ടെമ്പിൾ അതിമനോഹരമായൊരു സ്ഥലമാണ്. കാരണം ഭീമൻ്റെ പത്നിയുടെ അമ്പലം, അതായത് ഹിഡിംബി ദേവിയെ ആരാധിക്കുന്ന ഒരു അമ്പലമാണ് ഹഡിംബ ടെമ്പിൾ. അപ്പം ഞാൻ ഹിഡിംബ ടെമ്പിൾ തന്നെ വിളിക്കണ്ടേന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എന്താണെങ്കിലും പേര് വന്നതെന്നറിയത്തില്ല. എന്തായാലും നല്ല മനോഹരമായ സ്ഥലമാണ്. ഘടോൽഗജിൻ്റെ അമ്മയുടെ അമ്പലം കൂടിയാണ്. അപ്പോൾ നല്ല കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. നല്ല ശാന്തമായൊരു സ്ഥലമാണ്. അതാണ് ഏറ്റവും പറയാനുള്ളത്. ചുറ്റുമുള്ള അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ശാന്തമാണ്. എനിക്ക് ഇത്തരം സ്ഥലങ്ങൾ വളരെ ഇഷ്ടമാണ്. അപ്പോൾ അവിടെ നിന്നൊരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ അവിടുത്തെ അവരുടേതായ വസ്ത്രരീതിയിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം. അതിനുശേഷം നമ്മൾ വന്നത് മാൾ റോഡിലേക്കാണ്. മാൾ റോഡിൽ നിന്ന് ചെറിയ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒട്ടുക്കത്തെ വിലയാണ്, കത്തി വിലയാണ് ഇവിടെ സ്വെറ്ററിനും കാര്യങ്ങൾക്കും ഒക്കെ നല്ല റേറ്റാണ്. പിന്നെ പിറ്റേന്ന് കുളുവിലെത്തിയപ്പം അവിടെ നിന്ന് എടുത്ത ആപ്പിൾ മരത്തിൻ്റെ ദൃശ്യങ്ങളാണ്. അപ്പോൾ അവിടെ കുറച്ച് പറിക്കാത്ത ആപ്പിളുകളുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഒരു ചുവന്നതും റോസുമായ കളറായിരുന്നു ആപ്പിൾ. നല്ല മധുരം ഉണ്ടായിരുന്നു. നമ്മളവിടുത്തെ ആളോട് ചോദിച്ചിട്ടൊരു 2-3 ഒക്കെ പറിച്ചു. ഓരോരുത്തരാണ് 2-3 പറിച്ചത്. അപ്പോൾ അതിങ്ങനെ തിന്നാൻ തന്നെ നല്ല തേനൊലിക്കുന്ന പോലത്തെ ഒരു മധുരവും നല്ല ടേസ്റ്റ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇനിയിപ്പോൾ ഇത് മരുന്നടിച്ചതാണോ അടിക്കാത്തതാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ നല്ല വൃത്തിക്ക് കഴുകിയിട്ടൊക്കെയാണ് കഴിച്ചത്. നല്ല അടിപൊളി ഇടിപെട്ട ടേസ്റ്റ് ആയിരുന്നു. നല്ല മധുരം. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയി തിരിച്ചു വരാം. ഓക്കെ, ബൈ.